ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് കടലപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സ്വീറ്റായ ബേസൻ ലഡുവാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചേർക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലഡു ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഇത് അളവിൽ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ റൈസിൻസും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി കടലപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ കടലപ്പൊടി ഒന്ന് നന്നായി ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്തതായി ചേർക്കേണ്ടത് ഏലക്കായപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതുകൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റോളം ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കണം. കടലപ്പൊടി നല്ലപോലെ കുക്കായി അതിൻ്റെ റോ ടേസ്റ്റും മണമെല്ലാം ഒന്ന് മാറുന്നവരെ വറുത്തെടുക്കണം. ഇത് 15 മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട്. കടലപ്പൊടി നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. കളറെല്ലാം ഒന്ന് ഡാർക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ചൂടോടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ ചൂടോടെ തന്നെ കടലപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഇനി പഞ്ചസാരയും കടലപ്പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കേണ്ടത്. നല്ല ചൂടുള്ള നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ലഡു ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ലഡു ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ നെയ്യ് ചൂടാക്കി ഒഴിക്കുന്ന നേരത്ത് 2 ടേബിൾ സ്പൂണ് കൂടുതൽ നെയ്യ് ചൂടാക്കി ഒഴിച്ചാൽ മതി. പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. കുറേ ദിവസം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.